ഒരു കോച്ചാണ് ആ ടീമിന്റെ അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ. അത്തരത്തിൽ ഈ ടൂർണമെന്റിൽ വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു കളി വിജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാ പടക്കോപ്പും കൃത്യമായ ചേരുവകളെ ചേർക്കാൻ സാമ്പാർവേഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ ഓൺലൈൻ മീഡിയകളിലൊക്കെ എഴുതുന്ന നമ്മുടെ ഒരു സുഹൃത്തും അതുകൂടാതെ തന്നെ ഒരു സർട്ടിഫൈഡ് കോച്ചും ഒക്കെ ഫുട്ബോൾ കോച്ചും ഒക്കെ ആയിട്ടുള്ള ഫൈസൽ കൈപ്പത്തൊടി എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. വളാഞ്ചേരിക്കാരനാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹമായിട്ട് കുറച്ച് നേരം യൂറോ കപ്പിനെ കുറിച്ചിട്ടും കോപ്പ അമേരിക്കയെ കുറിച്ചൊക്കെ സംസാരിക്കാം. ഇതുവരെ നടന്ന കളികൾ എല്ലാം ഇല്ലെങ്കിലും അതിന് മൊത്തത്തിലുള്ളൊരു വിശകലനം. ഇപ്പോൾ സെമി ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. സെമിയിലുള്ള വിജയ സാധ്യതകൾ, ഫൈനൽ ആര് കൊണ്ടുപോകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈസൽ കൈപ്പത്തൊടിയിലേക്ക് പോകും. ഫൈസൽ, വെൽക്കം. നമ്മുടെ ചെറിയൊരു ഫുട്ബോൾ കോപ്പ അമേരിക്ക അതുപോലെ തന്നെ യൂറോ കപ്പ്, ഇതാണ് നമ്മുടെ വിഷയം. അപ്പൊ ഇതുവരെയുള്ള മത്സരങ്ങൾ ഇപ്പൊ സെമിയിൽ എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോ ഫൈനൽ, സെമി ഫൈനൽസ്, ഫൈനൽ ഒക്കെ വരാൻ പോകും. അപ്പോ എന്താണ് അതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? കോപ്പ അമേരിക്കയും യൂറോ കപ്പും സെമി ഫൈനൽ എത്തിക്കഴിഞ്ഞു. യൂറോ കപ്പിൽ ആദ്യ സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഡെൻമാർക്കിനെ നേരിടുന്നു. രണ്ടാം സെമി ഫൈനലിൽ ഇറ്റലി സ്പെയിനെ നേരിടുന്നു. കോപ്പ അമേരിക്കയിൽ ആദ്യ സെമി ഫൈനലിൽ ബ്രസീൽ പെറുവിനെ നേരിടുന്നു. അർജന്റീന കൊളംബിയ നേരിടുന്നു. തീർച്ചയായും ലോക ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന 4 മത്സരങ്ങളാണ് ഇന്നും നാളെയുമായിട്ട് ലാറ്റിൻ അമേരിക്കയിലും യൂറോപ്പിലും നടക്കാൻ പോകുന്നത്. തീർച്ചയായും വളരെ പ്രതീക്ഷയിലാണ്. മനോഹരമായ ഒരു ഫുട്ബോൾ കാണാൻ കഴിയുമെന്ന എല്ലാ പ്രതീക്ഷയിലും എല്ലാ ആവേശത്തോടും കൂടി ഞങ്ങൾ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുകയാണ്. പൊതുവെ നമ്മുടെ നാട്ടില് ലാറ്റിൻ അമേരിക്കൻ ടീംസ് ആയിട്ടുള്ള അർജന്റീന, ബ്രസീലിനാണ് കൂടുതൽ ആരാധകരുള്ളത്. പൊതുവെ ഫുട്ബോൾ ആരാധകർ തന്നെ ഏറ്റവും കൂടുതൽ ആയിരിക്കാം ലാറ്റിൻ അമേരിക്ക. പക്ഷെ യൂറോ കപ്പിൽ ഇപ്രാവശ്യം കുറച്ചും കൂടി കളറായിരുന്നു എന്ന് ഉള്ള ഒരു അഭിപ്രായം ഉണ്ട് എന്ന് തോന്നുന്നു. ആളുകളുടെ സാന്നിധ്യവും അതുപോലെ കളിയുടെ സൗന്ദര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കോപ്പയേക്കാൾ ഒരുപടി മുന്നിൽ ആയിരുന്നു യൂറോ കപ്പ് എന്നാണ് ചെറിയൊരു വിലയിരുത്തൽ. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? യൂറോ കപ്പ് തീർച്ചയായിട്ടും ആ വിലയിരുത്തലിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ അർജന്റീനയും ബ്രസീലുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നോക്കിക്കാണുന്ന 2 ഫുട്ബോൾ രാജ്യങ്ങളെങ്കിൽ പോലും ആ 2 ടീമിൽ വല്ലാതെ ഒതുങ്ങിപ്പോയതാണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ഒരു ഭാഗതയം. പക്ഷെ യൂറോ കപ്പിനെ സംബന്ധിച്ചിടത്തോളം, യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് ഒരു 8 ടീമെങ്കിലും ഈ ട്രോഫി വിൻ ചെയ്യും എന്ന പ്രതീക്ഷയോടെ അതിനൊത്ത രീതിയിൽ തന്നെ മനോഹരമായി എല്ലാ അർത്ഥത്തിലും മനോഹരമായി കളിക്കുന്ന 8 ടീമെങ്കിലും യൂറോപ്പിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഈ പറയുന്ന രീതിയിലുള്ള ആരാധകരുടെ കണ്ണുകൾ കൂടുതൽ യൂറോ കപ്പിലേക്ക് എത്താറുണ്ടായത്. പിന്നെ അതുപോലെ തന്നെ അതിന് ഇന്റർനാഷണൽ തലത്തിലുള്ള മാർക്കറ്റിംഗ്, അതിന്റെ സമയം, ടെലികാസ്റ്റിംഗ്, അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. പിന്നെ കളിക്കാരെ കൂടുതൽ ഫെമിലിയർ ആണ്. പല രീതിയിലെ പല നാട്ടിലുള്ള ലീഗുകളും നമ്മുടെ നാട്ടിൽ എല്ലാവരും കാണുന്നത് കൊണ്ട് തന്നെ ആരാധകർ വളരെ ഫെമിലിയർ ആണ് യൂറോപ്പിൽ ഓരോ രാജ്യങ്ങളിലെയും കളിക്കാരെ കുറിച്ചും ആ രാജ്യത്തെ കുറിച്ചൊക്കെ. സോ അതായിരിക്കണം, അത്തരം കുറെ കാരണങ്ങൾ കൊണ്ട് തന്നെ യൂറോ കപ്പിന്റെ ഈ പറഞ്ഞ പോലെ ജനപ്രീതി ഒരു പടിയും കൂടുതൽ തന്നെയാണ് ഇപ്രാവശ്യത്തിൽ. എല്ലാ പ്രാവശ്യവും അങ്ങനെ ആവാറുണ്ടോ അതോ പൊതുവെ എല്ലാ തവണയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്? കാരണം ബ്രസീലും അർജന്റീനയും കഴിഞ്ഞാൽ അങ്ങനെ രാജ്യാന്തര തലത്തിൽ ആരാധകരുള്ള രാജ്യങ്ങളൊന്നും, ഫുട്ബോൾ രാജ്യങ്ങളൊന്നും ലാറ്റിൻ അമേരിക്കയില്ല. തീർച്ചയായിട്ടും ചിലി, പെറു, അതുപോലെ കൊളംബിയ, ഉറുഗ്വേ, പരഗ്വേ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും അത്ര ഡൈഹാർഡ് ഫാൻസ് ഒന്നും മറ്റു രാജ്യങ്ങളിൽ ഇത്തരം ബ്രസീലും അർജന്റീനയും ഒഴികെയുള്ള ടീമുകൾക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇല്ല എന്നല്ല, പക്ഷെ എണ്ണത്തിൽ കുറവ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ സെമി ഫൈനൽസ് ആണ് ഇനിയിപ്പോ ഒന്നും നാളെയൊക്കെ ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ സെമി ഫൈനൽസിൽ യൂറോ കപ്പില് ആര് ഫൈനലിലേക്ക് എത്തും? ഫൈനലിൽ ആർക്കാണ് സാധ്യത കൂടുതൽ? പ്രഡിക്ഷന് നമുക്ക് ഫുട്ബോളിൽ സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഡെൻമാർക്കുമായിട്ടാണ്. ആദ്യ സെമി ഫൈനൽ ഇംഗ്ലണ്ട് വേഴ്സസ് ഡെൻമാർക്കാണ്. രണ്ടാമത്തെ സെമി ഫൈനൽ ഇറ്റലി വേഴ്സസ് സ്പെയിൻ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ടൂർണമെന്റിൽ ഇംഗ്ലണ്ടിന്റെ ആധികാരികമായൊരു ജൈത്രയാത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. ഡെൻമാർക്കും തന്നെ എല്ലാ മാച്ചും നന്നായിട്ട് തന്നെയാണ് കളിച്ചിട്ടുള്ളത്, ഇതുവരെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വളരെ മനോഹരമായ തുല്യ ശക്തികളുടെ പോരാട്ടം എന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കാവുന്ന മത്സരം തന്നെയായിരിക്കും ആദ്യത്തേത്. പക്ഷെ ചില കാരണങ്ങൾ പോലെ വ്യക്തിഗത മികവിന്റെയും ഹോം അഡ്വാൻറ്റേജ്, കാരണം ഈ കളി നടക്കുന്നത് ഇംഗ്ലണ്ടിൽ തന്നെയാണ്. സോ അത്തരം കുറച്ച് ചെറിയ ചെറിയ നേരിയ ഘടകങ്ങളുടെ മുൻതൂക്കം ഇംഗ്ലണ്ടിനുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ സെമി ഫൈനലിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്
ഇംഗ്ലണ്ട് കടന്നു വരും എന്നാണ് ഫൈനലിൽ കടന്നു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം സെമി ഫൈനൽ നമ്മൾ നോക്കുമ്പോൾ ഇറ്റലി വേഴ്സസ് സ്പെയിൻ ആണ്. ലോക ഫുട്ബോളിലെ ഏറ്റവും ശക്തരായ രണ്ട് രാജ്യങ്ങളാണ്, ലീഗുകളിലെ രണ്ട് രാജ്യങ്ങളാണ് ഈ ഇറ്റലിയും സ്പെയിനും. രണ്ട് തുല്യശക്തികളാണ്. ഇറ്റലി ടൂർണമെന്റിൽ ഉടനീളം വളരെ ആധികാരികമായ ഒരു ജയത്രയാത്രയാണ് നടത്തിയിട്ടുള്ളത്. സ്പെയിനും അതുപോലെ തന്നെയാണെങ്കിൽ പോലും നിർണായക ഘട്ടം ഗോൾ നേടാനുള്ള ചില ചേരുവകൾ ഇറ്റാലിയൻ ടീമിൽ ഇതുവരെ കണ്ടിട്ടുണ്ട്. സോ അത്തരം ചെറിയ ഘടകങ്ങളുടെ ബലത്തിൽ രണ്ടാം സെമിഫൈനലിൽ നിന്നും ഇറ്റലി കടന്നു വരും ഫൈനലിലേക്ക് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഞാൻ കരുതുന്നത് ഇംഗ്ലണ്ട് വേഴ്സസ് ഇറ്റലി എന്നൊരു ഫൈനലാണ് യൂറോ കപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഫൈനൽ ആവും എന്ന് പ്രതീക്ഷിക്കാം. അതല്ല എങ്കിലും ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രൊഡിക്ട് ചെയ്യാൻ കഴിയാത്തതാണ്. അപ്പൊ നമുക്ക് അപ്പൊ നെക്സ്റ്റ് നമ്മുടെ കോപ്പ അമേരിക്കയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള ഒരു സ്വപ്ന ഫൈനൽ കാണാൻ പറ്റുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പൊ അത് സാധ്യമാവോ? എല്ലാ കാരണങ്ങളും അങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് സത്യമാണ്. കാരണം ബ്രസീലിന് പെറുവാണ് എതിരാളി സെമിയിൽ, അർജന്റീനയ്ക്ക് കൊളംബിയാണ് എതിരാളികൾ. ഈ പറഞ്ഞ പോലെ ബ്രസീലിന് പെറു അത്രത്തോളം ശക്തരായ ഒരു എതിരാളിയല്ല. അതുപോലെ തന്നെയാണ് അർജന്റീനയ്ക്ക് കൊളംബിയയും അത്ര ശക്തമായ ഒരു എതിരാളികളല്ല. കൊളംബിയ നല്ലൊരു ടീമല്ലേ? സാധ്യത അർജന്റീനയെ വ്യക്തിപരമായി ലാറ്റിൻ അമേരിക്കയിൽ ഞാനൊരു കൊളംബിയൻ ആരാധകനാണ്. വ്യക്തിപരമായി കൊളംബിയ ഈ കോപ്പ അമേരിക്ക വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ഫുട്ബോൾ ആരാധകനാണ് ഞാൻ. പക്ഷേ ഘടകങ്ങൾ, കാരണം അർജന്റീന ഇപ്പോൾ ഈ ടൂർണമെന്റിൽ ഉടനീളം കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ആധികാരികമായാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, ഡിഫൻസ് ആവട്ടെ, മിഡ്ഫീൽഡ് ആവട്ടെ, അറ്റാക്കിങ്ങിലാവട്ടെ, അവർക്ക് നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. അവരെല്ലാം ഒരു ടീം പോലെ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ കളിക്കുന്നുണ്ട്. സോ അർജന്റീന എന്തായാലും ആ ചില ഘടകങ്ങളുടെ ഒരു സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഫൈനലെത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബ്രസീൽ എന്തു തന്നെ ആയാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ഈസി ആയിട്ടുള്ള സുഗമമുള്ള ഒരു സെമി ഫൈനലാണ് പെറുവുമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ബ്രസീൽ എല്ലാ പ്ലേയേഴ്സും വളരെയധികം ഫോമിലാണുള്ളത്. അവരുടെ ടീമായിട്ട് മനോഹരമായി കളിക്കുന്നു, നിർണായക ഘട്ടങ്ങൾ ഗോളുകൾ കണ്ടെത്തുന്നു. പെറു അത്ര ശക്തമായ ഒരു എതിരാളികളായിട്ട് ഇതുവരെ ടൂർണമെന്റിലൂടെ നമ്മൾ കണ്ടിട്ടില്ല. സോ ഇത്തരം ഘടകങ്ങൾ നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച പോലെയുള്ള ആ ഡ്രീം ഫൈനൽ അല്ലെങ്കിൽ ആ സ്വപ്ന ഫൈനൽ സാധ്യമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ചു വന്നത് അർജന്റീനൻ കോച്ചിനാണ് ഫുട്ബോളില് കളിയില് അവസാന 11 ആരൊക്കെ കളിക്കണം, എപ്പോ ആരൊക്കെ കയറണം ഇറങ്ങണം എന്നുള്ളതൊക്കെ തീരുമാനിക്കും. അത്തരം ചില കാര്യങ്ങൾ, ചില നിരൂപണങ്ങൾ കാണാനിടയായി. ചിലപ്പോഴുള്ള ചെറിയ ഡിമരിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. ഫുട്ബോൾ നിരീക്ഷകരിൽ നിന്നൊക്കെ അർജന്റീന കോച്ചിന്റെ ചില തീരുമാനങ്ങൾ, അതായത് ഡിമരിയെ പോലെയുള്ള കളിക്കാരെ അങ്ങനെയുള്ള സമയം ഉപയോഗപ്പെടുത്താത്തതിലേക്കുള്ള ചില നിരൂപണങ്ങൾ കാണാനിടയായിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വിലയിരുത്തൽ എന്താ? അത് ഈ കളിയെ ബാധിക്കുമോ? ഞാൻ അതിനെ എല്ലാ അർത്ഥത്തിലും നിരാകരിക്കുകയാണ് അത്ര ആരോപണങ്ങളെ. കാരണം കോച്ചാണ് അവസാന വാക്ക് ഒരു ടീമിന്റെ. സ്കലോണി ഏറെക്കുറെ ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് അർജന്റീന സീനിയർ ടീമിന്റെ കോച്ചായി വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാം ആ ടീമിനെ ഒരു ടൂർണമെന്റിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഓരോ മാച്ചിനും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഓരോ മാച്ചിനും എങ്ങനെയാണ് പ്ലാനുകൾ തയ്യാറാക്കേണ്ടത് കൃത്യമായ ബോധ്യമുള്ള ഒരു കോച്ചാണ് സ്കലോണി. അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്റ്റാഫിലുള്ളത് പാബ്ലോ ഐമറിനെ പോലെയുള്ള, വാൾട്ടർ സാമുവലിനെ പോലെയുള്ള അർജന്റീന എക്കാലത്തും പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച കളിക്കാരും കോച്ചിങ് സ്റ്റാഫൊക്കെ അദ്ദേഹത്തിനുള്ളത്. സോ അദ്ദേഹമാണ് അൾട്ടിമേറ്റം എന്ന് തന്നെ ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് ഇതുവരെയുള്ള നടപടികളൊന്നും ടീമിനെ സംബന്ധിച്ചിടത്തോളം പാളിപ്പോയിട്ടില്ല. ആരാധകർക്ക് വേണ്ടിയിട്ട് ടീമിനെ കെട്ടിപ്പടുക്കുക എന്നുള്ളതൊക്കെ എത്രത്തോളം സാധ്യമാണെന്ന് എനിക്കറിയില്ല. ഒരു കളി വിജയിക്കുക, ഒരു ടൂർണമെന്റ് വിജയിക്കുക എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാന ആവശ്യം. സോ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോച്ചാണ് ആ ടീമിന്റെ അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ. അത്തരത്തിൽ ഈ ടൂർണമെന്റിന് വിജയിപ്പിച്ചെടുക്കാനുള്ള, ഒരു കളി വിജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാ പടക്കോപ്പുകളും കൃത്യമായ ചേരുവകളെ ചേർക്കാൻ അറിയുന്ന ഒരു കോച്ചാണ് സ്കലോണി. സോ അദ്ദേഹത്തിന്റെ തീരുമാനത്തെ എല്ലാ അർത്ഥത്തിലും ഞാൻ അംഗീകരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആരാധകരുടെ ഈ പറയുന്ന റിപ്പോർട്ടുകളും മറ്റും എല്ലാ അർത്ഥത്തിലും നിരാകരിക്കുകയും ചെയ്യുന്നു. സ്കലോണിയാണ് അർജന്റീനയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആയ ഏറ്റവും മികച്ച കോച്ച്. ആ ടീമിനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു പ്ലാനിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന വേൾഡ് കപ്പിലും അർജന്റീന ഒരു ശക്തമായ ടീമായി മാറാൻ എല്ലാ സാധ്യതകളും ഇപ്പോൾ തന്നെ അദ്ദേഹം തുറന്നു വെച്ചിട്ടുണ്ട്. സോ ഐ ആം ഗോയിങ് വിത്ത് സ്കലോണി.
അപ്പൊ ഓക്കെ, നമുക്ക് ഏകദേശം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ചെറിയ ധാരണ ആയിട്ടുണ്ടാവും. അതായത് സെമി ഫൈനല്, ഇനി എന്ത് സാധ്യത, ഫൈനൽ വരെ മാറി കപ്പും. എന്തായാലും നല്ല കളികൾ, നല്ല മത്സരങ്ങൾ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇനിയുള്ള സെമി ഫൈനലടക്കം ഒരു ഫൈനലടക്കം. ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ 8 മത്സരങ്ങളാകട്ടെ ഇനി വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും അത് ആ പ്രതീക്ഷ നിറവേറ്റിത്തരും ഈ ടീമുകൾ എന്ന് ഈ തന്നെയാണ് നമ്മൾ ടീമുകളെന്ന് കരുതുന്നത്. പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് പോലെ, കാരണം വെച്ചാൽ ഏകദേശം ഇതാണ് ഫൈസൽ കൈപ്പത്തൊടിയുടെ നിരീക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടത്. ഫുട്ബോളിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള വിശകലനം നമ്മൾ കേട്ടു, ഈ ഒരു കോപ്പയും യൂറോയെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു സാമ്പാർ വേൾഡ്. ബൈ. ഓക്കെ, താങ്ക് യു.